എം.ടി. വാസുദേവൻ നായരെ അനുസ്മരിച്ച് ഡോക്ടർ ചാത്തനാത്ത് അച്യുതനുണ്ണി. മലയാളത്തിന് നികത്താനാവാത്ത നഷ്ടമാണ് അദ്ദേഹമെന്നും തന്റെ ഗുരുനാഥനായിരുന്നു എം.ടി. എന്നും പഠനകാലത്തെ ഓർമ്മപ്പെടുത്തുന്നത് അദ്ദേഹത്തിലൂടെയാണെന്നും ചാത്തനാത്ത് അച്യുതനുണ്ണി എടപ്പാളിൽ പറഞ്ഞു. മലയാളത്തിലെ വലിയ ഒരു സാഹിത്യകാരൻ എന്നല്ലാതെ നമുക്ക് വിശേഷണങ്ങളൊന്നും അധികം പറഞ്ഞൊരു കാര്യമില്ല. അപ്രതിമനായ ഒരു എഴുത്തുകാരൻ, അത്രയും നമ്മളോടൊക്കെ സ്നേഹമുള്ള, ഈ നാട്ടിൻ്റെ അടുത്താണല്ലോ അദ്ദേഹത്തിൻ്റെ എഴുത്തുകാരൻ തന്നെയാണ്. ഏകദേശം അന്തരിച്ചു എന്നുള്ളത് വാസ്തവത്തിൽ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിരുന്നത്. ഞങ്ങൾ ഒരു 2 ആഴ്ച മുമ്പേ കാണുണ്ടായി. പക്ഷെ അതിന് ശേഷം പിന്നെ എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റിയില്ല, അങ്ങോട്ട് പോയില്ല. പക്ഷെ എനിക്ക് വളരെയധികം അടുപ്പുള്ള ഒരാളായിരുന്നു. തുഞ്ചൻപറമ്പിൽ അദ്ദേഹം പ്രസിഡന്റും ഞാൻ വൈസ് പ്രസിഡന്റുമായിട്ട് കുറേ കാലം അവിടെ ഉണ്ടായിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം കാണാൻ സാധിച്ചിട്ടുണ്ട്. അത് ഇവിടെ വന്നിട്ടുണ്ട്. വള്ളത്തോൾ വിദ്യാപീഠത്തിലെ ഒരു മീറ്റിങ്ങിന് ഒരിക്കൽ വരുന്നുണ്ടായി. വളരെയധികം അടുപ്പുണ്ട്. അപ്പം അത് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളല്ലാതെ പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും, നിങ്ങൾക്കും എനിക്കും എല്ലാം വളരെ വളരെ ബഹുമാന്യനായ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനോട് നമുക്ക് എല്ലാവർക്കും വലിയ ആദരവുണ്ട്. വ്യക്തിപരമായിട്ട് എനിക്കൊരു ചെറിയ ബന്ധം, ഞാൻ മാത്രമാണ് അദ്ദേഹത്തിനെ മാഷേ എന്ന് വിളിക്കല്. ഞാൻ അദ്ദേഹത്തിനെ മാഷേനെ വിളിക്കുക. അപ്പൊ അദ്ദേഹം വേറെ ചിലരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇനി ആകെ മാഷേനെ വിളിക്കുന്ന ഒരാളേ ഉള്ളൂ, അത് അച്യുതനുണ്ണിയാണ് എന്ന് പറഞ്ഞു അദ്ദേഹം. അല്ല, അതിന് കാരണമുണ്ട്, വെറുതെ വിളിക്കുന്നതല്ല. ചാവക്കാട് ഹൈസ്കൂളിലാണ് ഞാൻ ഹൈസ്കൂൾ പഠനം പൂർത്തിയാക്കുന്നത്. അപ്പം അന്ന് 8ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സമയത്ത്, 8ാം ക്ലാസ്സിലാണ്. അപ്പോൾ അവിടെ കണക്ക് പഠിപ്പിക്കാനാണ് എൻ്റെ ഓർമ്മ. ഈ എം.ടി. വാസുദേവൻ നായർ എന്നുള്ള മാഷ് വന്നു. അപ്പം എന്താ പേര് എന്നൊക്കെ പിന്നെ ആളുകളോടൊക്കെ ചോദിച്ച് അതിനെ പരിചയപ്പെട്ടത് എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം അങ്ങനെ അന്ന് മാഷ് എന്നല്ലേ വിളിക്കുക. ആ വിളി ഇപ്പോഴും ഞാൻ മാഷ് എന്നാ വിളിക്കുക. അത് ഞാൻ മാത്രം അത്രയും മാഷ് എന്ന് വിളിക്കുന്നത് അദ്ദേഹത്തിനെ. അല്ല, ആ ഒരു ബന്ധമാണ് കാരണം. അത് ചെറിയ ബന്ധമല്ല, വെറുതെ മാഷെ തമാശക്ക് വിളിക്കുന്നതല്ലല്ലോ. പിന്നെ അദ്ദേഹം ഗുരുവായൂർ, ഞാൻ കണക്കിനൊക്കെ ട്യൂഷന് പോയിരുന്നൊരു സ്ഥലമുണ്ട്, ഒരു വെങ്കടാചലം എന്ന് പറഞ്ഞിട്ടൊരു പട്ടേ. ഞാൻ അവിടെ കണക്കിൻ്റെ ട്യൂഷൻ മാത്രമല്ല, അദ്ദേഹം നാടകത്തിൻ്റെ കാര്യത്തിൽ താല്പര്യമുള്ള ആളാണ്. ഞങ്ങൾ ഒരു നാടക സംഘമുണ്ട്. ആ നാടകങ്ങളിലൊക്കെ സ്ഥിരം പാട്ട് എഴുതുന്ന ആൾ ഞാനാണ്. അഭിനയിക്കും ബുദ്ധിമുണ്ട് ഇടയ്ക്ക്. അപ്പം അങ്ങനെ ആ സ്ഥലത്ത് എം.ടി. വരും. വന്നിട്ട് കഥകൾ ഇങ്ങനെ വായിക്കും. ഓരോ കഥയും വന്നിട്ട് ഇങ്ങനെ വായിക്കുമ്പോൾ ഞങ്ങളെല്ലാവരും 10, 25, 30 ആളുകൾ കേട്ടിരിക്കും. അതൊരു അനുഭവം ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ പിന്നെ എം.ടിക്ക് അവിടുന്ന് ട്രാൻസ്ഫറായി. അങ്ങോട്ട് കുമരനെല്ലൂർ ബോർഡ് ഹൈസ്കൂളിലേക്കാണ് തോന്നുന്നത് ട്രാൻസ്ഫർ ആയിട്ട് വന്നത്. ആ ഒരു പഴയ കാലത്തിൻ്റെ ഒരു വർണ്ണാഭമായ ചിത്രം കുട്ടിക്കാലത്ത് ആയതുകൊണ്ട് പ്രത്യേകിച്ച് കുട്ടിക്കാലത്ത് മനസ്സിൽ പതിയുന്നത് കുറേയും കൂടിയും ഗാഠമായി പതിഞ്ഞിരിക്കും. അങ്ങനെ എൻ്റെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്നുണ്ട്.